ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് കെയറാണ്. ഇതെല്ലാവർക്കും ഒരു പരിചിതമായ ഒരു പ്ലാന്റാണ്. സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. സാൻസീവേരിയം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം നമുക്ക് ഇത് ഇൻഡോർ ആയിട്ടാണ് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. നല്ല ഒരു പച്ച കളറ്, അതുപോലെ തന്നെ ബോർഡർ പോലെ നല്ല രണ്ട് സൈഡിലും നല്ല യെല്ലോ കളറ് വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു ചെടീൻ്റെ കളറെന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഫിലഡൻഡ്രോൺ വിഭാഗത്തിൽപ്പെടുന്ന ഫിലഡൻഡ്രോൺ മൈക്കൻസും വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തൈകളൊക്കെ ഉണ്ടായി കിട്ടുന്ന നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആട്ടോ ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കുറച്ച് സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ തരും. നമ്മൾ ലിവിങ് റൂമിലൊക്കെ ഇതുപോലെ വലുപ്പമുള്ള സാൻസേവേരിയം വെച്ച് കൊടുത്താൽ നല്ലൊരു ഭംഗിയായിരിക്കും. അതുപോലെ നമ്മൾ വലിയ പോട്ടിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തൈകളൊക്കെ ഉണ്ടായി കിട്ടുന്നതാണ്. ഇതതുപോലെ ഉണ്ടായിട്ടുള്ളൊരു തൈയാണ്. ഈ പോട്ടിൽ തന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം തൈകൾ മാറ്റിയിട്ട് വേറെ വേറെ പോട്ടിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് തൈ കിട്ടുന്ന നേരം നമ്മളിങ്ങനെ കളക്ട് ചെയ്തിട്ട് വേറെ വേറെ സെപ്പറേറ്റ് പോട്ടിൽ വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ 2 പോട്ടിലാക്കി വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഈ 2 തൈയും. ഇതൊക്കെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ട് വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ്. ഒരുപാട് വെള്ളം അതുപോലെ തന്നെ വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കണ്ട. വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. ഇതിൻ്റെ പോട്ട് നോക്കിയിട്ട് ഒരു ഡ്രൈനെസ് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓവർ വളപ്രയോഗത്തിനൊന്നും ആവശ്യമില്ല. നമ്മൾ ഇൻഡോറായിട്ട് തന്നെ വെച്ച് കൊടുത്തുകൊണ്ട് ഒരുപാട് വളങ്ങളൊന്നും ഇതുവരെ ചേർത്തിട്ടില്ല. എന്നിട്ടും ഈ ചെടി ഇത്ര നല്ല ഭംഗിയോടെ ഹെൽത്തി ആയിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പോട്ടിലുണ്ടായിരുന്ന ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല വലിപ്പം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെ പോട്ട് വളരെ ചെറുതാണ്. അപ്പം നമുക്കൊന്ന് റീപോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ചുകൂടി നല്ല വലിയ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും, ഒരുപാട് വേരുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ പോട്ടായതിനെ നമുക്ക് മാറ്റി നടണം. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഒരു വലിയ പോട്ടും കുറച്ച് പോട്ടി മിക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റീപോട്ട് ചെയ്യുന്നതെന്ന് കാണാം. ഈ ഒരു പോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വായുവട്ടമുള്ളൊരു വലിയ പോട്ട് തന്നെയാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു പോട്ടാണ്. അപ്പം നമ്മളിതിലേക്ക് പോട്ടി മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പോട്ടി മിക്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഗാർഡനിങ് സോയിലാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ നമ്മൾ ഈ കരിയില വേസ്റ്റുകളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്, ജൈവവളം പോലെ. അപ്പോൾ അതാണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിട്ട് ബാക്കി നമുക്ക് ഈ ഒരു പോട്ടിൽ നിന്ന് ചെടി സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബാക്കി ഭാഗത്തും കൂടി മണ്ണിടാം. അപ്പോൾ ഇതാണ് നമ്മൾ പോട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തപ്പോൾ ഉള്ളത്. നോക്കിയാൽ തന്നെ മനസ്സിലാവും 1-2 തൈകളും അതുപോലെ തന്നെ നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ തൈ എടുത്ത് മാറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പം ഈ ഒരു ചെടി അതുപോലെ തന്നെ നമുക്ക് നിലനിന്ന് കിട്ടുന്നുള്ളതാണ്. മറ്റ് നമ്മൾ ഇല ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ള ഈ കളർ വേരിയേഷൻസ് ഒന്നുമുള്ള ലീഫായിരിക്കില്ല കിട്ടുക. വെറും പച്ച കളറിൽ മാത്രമായിരിക്കും നമ്മൾ ലീഫ് ഉപയോഗിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്താൽ വരിക. നമ്മൾ ഈ ചെടിയിൽ നിന്ന് തന്നെ തൈ അടർത്തി മാറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചെടിയിൽ നിന്ന് തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ തൈ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള വേരുകളൊക്കെയാണ് ഇതിനുണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ നല്ല പാകമായ 2 തൈകൾ മാത്രമാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ബാക്കി തൈകൾ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് വേറെ പോട്ടിലേക്കൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പോട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിതിപ്പോൾ ഒരു ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കിതിൽ നല്ല വെള്ളാരം കല്ലോ ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഔട്ട്ഡോർ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ബാൽസം ചെടിയുണ്ട്, നമ്മളത് എടുത്ത് മാറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് സ്നേക്ക് പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ, അതുപോലെ തന്നെ നമുക്ക് റീപോർട്ട് ചെയ്യുന്ന രീതിയൊക്കെ. അപ്പോൾ നമ്മൾ വേറെ സ്റ്റൈലിൽ ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഇങ്ങനത്തെ ഒരു ചെടിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ഭംഗിയിലും എങ്ങനെ രീതിയിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് ഈ സ്നേക്ക് പ്ലാന്റ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഓരോ ചെടിയുടെ വിശേഷങ്ങളായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.